ഹലോ എവ്രി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലസുനി ധനിയ പനീറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സിമ്പിളായിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന കൂട്ടം നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. വീട്ടിലുള്ള സാധനം കൊണ്ട് നമ്മൾ റെഡിയാക്കുന്നത് പൊറോട്ട, നാൻ, ചപ്പാത്തി, പുൽക്ക എന്തിൻ്റെ കൂടെയാണെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കൂട്ടാനത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഏറ്റവും അധികം ഒരു ചോപ്പർ എടുക്കും, അതൊരു 20 തൊട്ട് 25 വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു 10-15 പച്ചമുളകിൻ്റെ എരിവ് വേണം മുന്നിട്ട് നിൽക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് ഇച്ചിരി എരിവ് അധികം വെക്കണേ. എന്നിട്ടാണെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ കുറച്ചേ ഇടത്തേ ഉള്ളൂ. അത് പിന്നെ ഒരു ഹാൻഡ്ഫുൾ നിറച്ച് നമുക്ക് മല്ലിയില ഇത്രയും കൂടി ഒരു ചോപ്പറിനകത്തിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്തതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വേണം. കടായിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇത് കണക്ക് വേണം. നമുക്ക് മിക്സിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ പേഴ്സൺ മോഡ് വെച്ച് ചെയ്താൽ മതി. ഒത്തിരി അങ്ങ് മാഷ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അരച്ചങ്ങ് പേസ്റ്റ് പരുവത്തിന് ആക്കണ്ട. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് ആക്കി ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ തവി നിറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് 2 സവാള പൊടിയായി അരിഞ്ഞ് അതും കൂടെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോത്ത് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങളുടെ റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ ഇത് കണ്ടാൽ നന്നായിട്ടൊന്ന് സോത്തയായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പച്ചമുളക്, മല്ലിയില, വെളുത്തുള്ളി എല്ലാം ചതച്ച് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നില്ല, അതിനകത്ത് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കും. അതിനകത്ത് 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറവുണ്ടെങ്കിൽ അന്നേരം നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടും സോത്തയായി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയുള്ള റൂട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്ന മസാല നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ചെയ്ത് കൊടുക്കണേ. കരിഞ്ഞൊന്നും പോവാതെ സൂക്ഷിക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ചെറിയൊരു ടീസ്പൂൺ മുളക് പൊടി മതി, ചെറിയൊരു ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഗരം മസാലയും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് നമുക്കാണെങ്കിൽ തൈര് ഒഴിച്ച് കൊടുക്കണം. 250 ml കപ്പിന് 1.5 കപ്പ് തൈരാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം തൈര് ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിരിഞ്ഞൊന്നും പോവാതെ സൂക്ഷിക്കണം. ഒരു തിള വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിന് പിരിയത്തൊന്നുമില്ല. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് മൂത്ത കഴിഞ്ഞ് കഴിയുമ്പോൾ സ്മെല്ലൊക്കെ വന്നു കഴിയുമ്പോഴേ ഒഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ തൈര്. അപ്പോൾ തൈര് ആദ്യം 1 കപ്പ് ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്കൊരു 1/2 കപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒരു തിള വന്നു കഴിയുമ്പോൾ നമുക്കിതാണെങ്കിൽ അടച്ച് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യം മുന്നോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അടച്ച് വേണം നമുക്കിത് വേവിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് പാകത്തിന് വരുന്നവരെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആദ്യത്തെ വേണം പനീർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. പനീർ ഞാൻ ഒരു 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. പനീർ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ക്കകത്തോ അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ ബട്ടറിനകത്തോ വേണമെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നേരെ ഇതുപോലെ നമ്മൾ റെസ്റ്റോറൻറ്റൊക്കെ പോകുമ്പോൾ അവരൊന്നും ചെയ്യാറൊന്നുമില്ല. സെയിം ഇതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ട പാകത്തിനായി വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല കേട്ടോ. ആ പനീർ ആകുന്നതോടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ എക്സ്ട്രാ ഉപ്പാകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ലസുനി ധനിയ പനീർ നമുക്ക് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നല്ല സിമ്പിളല്ലേ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറഞ്ഞുകൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.